അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ കുലുമാൽ. അങ്ങനെയുള്ള കുരുക്കൊന്നും കുരുക്കല്ല എന്റെ പൊന്നു മക്കളെ. ഈ വിരൽ ഉപയോഗിക്കുമ്പോ ദയവിച്ചത് ചാണകക്കുഴിയിലേക്ക് ചാടരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിക്കാര് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നതെന്നും മത്സരിക്കുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് അവർ തന്നെ തുറന്നു പറയുമ്പോൾ നിങ്ങൾ അതെന്താ വിശ്വസിക്കാത്തത്? വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണമെങ്കിൽ വിശ്വാസം വരുത്തി തരാം. പി സി ജോർജ് പറഞ്ഞ ഒന്ന് കേട്ടു നോക്കി. ഞാൻ ഈ എൻ ഡി എ ചേർന്ന് ഈ ബി ജെ പി ചേർന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസം നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. അത് എനിക്കറിയാം. പക്ഷേ അതല്ലാതെ മറ്റു മാർഗമില്ല. ഓരോ മാസം എത്ര ലക്ഷം രൂപയാണ് മനുഷ്യനില്ല ഇത്. അപ്പനുണ്ടാക്കുന്ന കാശ് ഇല്ലയെന്ന് ചോദിക്കുന്നത് അതാ. അപ്പം തന്ന കാശില്ല, അപ്പൻ്റെ കാശുണ്ടെന്ന് ഞാൻ തീർക്കുന്നതിന് കണക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഏത് പാർട്ടി ചേരണമെന്ന് ആലോചിച്ചു. മനസ്സിലായില്ലേ എന്തിനാണ് പാർട്ടി കയറി എന്നുള്ളത്? ബി ജെ പിയിലേക്ക് പോയത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പൈസ 25 ലക്ഷം രൂപ ഇങ്ങ് തന്നോളൂ. ഞാനിവിടെ ആളുകളെ രക്ഷപ്പെടുത്താനോ നന്നാക്കാനോ നിൽക്കണതൊന്നല്ല, ഞാനും പൈസ ഉണ്ടാക്കാൻ നിൽക്കണതാണെന്ന് ശോഭ ചേച്ചി പറഞ്ഞ കേട്ടില്ലേ? കോടിക്കണക്കിന് രൂപയാണെങ്കിൽ ചൊരിയുന്നത്. 50 വണ്ടികളാണ് ബി ജെ പിക്ക് വേണ്ടി അങ്ങ് യു പിയിൽ നിന്നും കേരളത്തിലൊക്കെ അയച്ചു വിട്ടിട്ടുള്ളത്. ആലോചിച്ച് കോടികൾ വന്നിങ്ങനെ ഇറങ്ങുകയാണെന്നുള്ളതാണ്. ഇത്രമാത്രം സമ്പത്തുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് സുഖാണല്ലോ അവർക്ക്. കായ് ഇങ്ങനെ ഒഴുക്കാലോ. എത്ര ബോണ്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പടച്ച തമ്പുരാന് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാ. അമ്മാതിരി ടീമാന്നുള്ളതാ. എന്റെ പൊന്നു മക്കളെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു ഊള ഇറങ്ങിയിട്ടുണ്ട്. അവനൊക്കെ സ്വന്തം പേര് വളർത്തിയെടുക്കുക എന്ന് മാത്രം ലക്ഷ്യമുള്ളൂ. നിങ്ങൾ അത് ആലോചിക്കുക. പിന്നെ ചക്ക തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പൊട്ടത്തരല്ലാതെ ഒന്നും ഇവർക്കൊന്നും പറയാനില്ല എന്നുള്ളതാ. കഴിഞ്ഞില്ല. പി സി ജോർജ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സത്യം സാറും അത് വിട്ട് ഒരു ഇടപാട് ഞാനില്ല. ആയതാണോ ശരി, ആ ശരിയോടൊപ്പം ഞാൻ നിൽക്കും. ഒരിക്കലും ഒരു തെറ്റിയോടൊപ്പം നിൽക്കുന്ന പ്രശ്നമില്ല. അതെ അതെ അതെ, ഞങ്ങൾക്കത് മുന്നേ തന്നെ അറിയാം. നരേന്ദ്രമോദി വളരെ മോശമാണ്. എന്താണ് അയാൾ കാണിച്ചു കൂട്ടുന്നത്? കടമെടുത്ത് ഇനി കടമെടുക്കാൻ ഒന്നുമില്ല, ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കി എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്ന കൂത്തറയായിട്ടുള്ള പി സി ജോർജ്. പി സി ജോർജിന് നല്ലൊരു മറുപടി അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഒന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട പി സി ജോർജിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് സമൂഹത്തിന് എല്ലാവർക്കും നല്ലപോലെ അറിയാം. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പം അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ടുള്ളത് തരാനുള്ളത്. പി സി ജോർജിനൊക്കെ മറുപടി ജനം തെരഞ്ഞെടുപ്പിൽ കൊടുക്കും. അത് ജനം തീരുമാനിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പം പി സി ജോർജിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ കൃത്യമായ മറുപടി ജനം കൊടുക്കുമെന്ന് ഞാൻ വിളിച്ചു പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അതൊന്നും വിളിച്ചു വരേണ്ട കാര്യമില്ല എന്റെ പൊന്നച്ചോ. അതൊക്കെ ജനങ്ങൾക്ക് അറിയാന്നേ. പൂഞ്ഞാറിലെ ആളങ്ങ് ഒലത്തും എന്നൊക്കെ പറയുന്നേ. പൂഞ്ഞാറിലുള്ള ആളുകള് ഇത്രക്ക് ബുദ്ധിയില്ലാത്തവരെന്നെ വിശ്വസിക്കുന്നില്ല. ബി ജെ പിക്ക് വോട്ട് ചെയ്യുക, ഇയാൾക്കൊക്കെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, നിങ്ങളത് പണയം വെക്കണതിന് തുല്യാന്നുള്ളതാ. അയാളുടെ നാക്കിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആദ്യം മുസ്ലിങ്ങൾക്ക് നേരെയാണ് ചാടിക്കയറിയത്, പിന്നെ മുസ്ലിങ്ങളെ ചേർത്ത് വെച്ചു, പിന്നെയും മറ്റേ പരിപാടി ചെയ്തു, ഇപ്പൊ അതാ വീണ്ടും ചേർത്ത് വെക്കുന്നു. ബി ജെ പിയെ കുറ്റം പറയുന്നു, പിന്നെ ബി ജെ പിയിൽ തന്നെ വീണ്ടും തുടരുന്നു. സാമ്പത്തിക നേട്ടം ഇത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ദയവ് ചെയ്തിന്റെ പൊന്നു മക്കൾ അതിലൊന്നും പോയി വീഴാതിരിക്കുക, അത്ര പറയുള്ളൂ. രാജീവ് ചന്ദ്രേട്ടൻ മോശനം പറ്റിച്ച കായിട്ട് വന്നിരുന്ന് എന്തൊക്കെ നികളിപ്പ് പറയുന്നുണ്ട്. ഒരു മറുപടി കൊടുക്കണല്ലേ? കൊടുക്കാം. അങ്ങനെ ഒരു സർക്കാർ വന്നാൽ, ഒരു കഴിവുള്ള സർക്കാർ വന്നാൽ, ഇത് കഴിവില്ലാത്ത സർക്കാരല്ലേ ഇരിക്കുന്നത് 10 കൊല്ലം. അത് മനസ്സിലായിട്ടില്ലേ? എന്തൊരു ധൈര്യം എന്ന് ആലോചിച്ചു. നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് എത്ര ഇതിലാ പറയുന്നേ. ഒരു കഴിവില്ലാത്ത ആളാണെന്ന് നമുക്കറിയാം, വ്യക്തമായിട്ട് മനസ്സിലായി. 2014 ശേഷം തുടങ്ങിയാണ് ഞങ്ങളുടെ കഷ്ടകാലം. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ രൂക്ഷമായത് ഇതിനു ശേഷമാണ്. വിലവർധന ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ഈ ഒരു ഭരണത്തിന് ശേഷമാണ്. 15 ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് കണ്ട് തള്ളിത്തരാ എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല. 2000-ന്റെ ഈ 500 നോട്ടിൽ ചിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. 50 രൂപക്ക് പെട്രോൾ തരാം എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. ഇത്രയും നാൾ ഊളത്തരമാണ് കാണിച്ചു തന്നത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ നന്ദിയുണ്ട് ചന്ദ്രേട്ട, നന്ദിയുണ്ട്. ബാക്കി പറഞ്ഞാട്ടെ. 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്തു വന്ന സർക്കാരാണിത്. ഒന്നും ശരിയായിട്ടില്ല. എന്താണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഈ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നോട്ട് ചെയ്തോളൂ. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഈ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഏത് നാട്ടിലാണ്? ചന്ദ്ര, നീ ഇങ്ങോട്ടിറക്കല്ലേ. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി അയക്കല്ലേ മോനെ. ഹരിയാനയാണ്
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം. അതാദ്യം മനസ്സിലാക്കുക. 37.4% അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക്. രണ്ടാമത് രാജസ്ഥാനാണ്. ഏകദേശം 28.5% അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക്. ബീഹാറാണ് അത് കഴിഞ്ഞിന്റെ പൊന്നെ. ബീഹാറിനെ കുറിച്ച് പറയണ്ടല്ലോ, 19.1. ഇതാണ് അവരുടെ അവസ്ഥ. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എത്ര ശതമാനമാണതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കേരളത്തില് തൊഴിലില്ലായ്മ വളരെ കുറവാണ്. തൊഴിലില്ലാത്ത ആളുകൾ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയാന്ന് ഇപ്പൊ കേന്ദ്രം BJP പറയും. അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ല, അത് കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിപ്പോൾ നടന്നു പോകുന്നുണ്ട്. പേരൊന്ന് മാറ്റിയെന്നുള്ളൂ. പലതിന്റെയും പേര് മാറ്റി നിങ്ങളുടെ തലയിലേക്ക് കയറ്റി വെച്ചിരിക്കുക എന്നുള്ളത്. അതൊക്കെ ഞങ്ങളുടെതാ. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം പോലും ഇല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഭീഷണിയുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് കേരളം ഭരിക്കുന്നതും BJP ആയിരിക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കുന്നു. ജനാധിപത്യ രാജ്യത്ത് വന്ന് ഊളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നിരന്ത്ര നിന്നെ വോട്ട് കൊണ്ട് ജനങ്ങൾ ഓടിക്കും കേട്ടോ. വോട്ട് തരൂല, അത് മനസ്സിലാക്കണം എന്നുള്ളതാ. ഞങ്ങളുടെ അവകാശങ്ങളാണ്. ഓരോ സംസ്ഥാനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. ഭരണഘടനയുള്ള ഒരു രാജ്യമാണിത്. ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ ഏറുന്നവർക്ക് തന്നെയാണ് ഭരിക്കാൻ അവകാശമുള്ളത്. നിങ്ങൾ കേന്ദ്രത്തിലും മറ്റിടത്തൊക്കെ EVM മെഷീനൊക്കെ വെച്ച് കളിച്ചോ. ഇവിടെ വന്ന് കളിക്കാൻ നിൽക്കല്ലേ. അവന്റെ പൊന്നു മോനെ അട്ടത്ത് കയറ്റി വിടും. അടുത്തെന്താണ്? വിലക്കയറ്റം അല്ലെ. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് അത് സിക്കിമിലാണ് കേട്ടോ. സിക്കിമിൽ ഏകദേശം ഒരു ശരാശരി കുടുംബത്തിന് മാസത്തിൽ ഏകദേശം 18,000 രൂപയോളം പലചരക്ക് സാധനങ്ങൾക്ക് മാത്രം ചിലവുണ്ട്. അവിടുത്തെ ഭൂപ്രകൃതിയും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. പിന്നെ ഗോവയാണ്. ഗോവ BJP ഭരിക്കുന്ന നാടാണെന്നുള്ളതാണ്. ഇനി കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവാണ്. അത് ആലോചിക്കണം. ഏകദേശം 16,500 രൂപ വേണത്ര ഗോവയിൽ ഒരു മാസം ജീവിക്കാൻ. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. എന്നിട്ട് കേരളത്തിന്റെ തലയിലേക്കാണ് കയറ്റി വെച്ചോ ചന്ദ്ര. ബുദ്ധിയും വിവരവും വിവേകമുള്ള ഞങ്ങളെ പോലുള്ള ആളുകൾ ഇത് പൊളിച്ചടക്കും. മറക്കല്ലേ. ബാക്കി പറഞ്ഞാട്ടെ. അതാണ് സ്ഥിതി. അപ്പൊ എയിംസ് പിടിച്ചിട്ട് ഒരു ഇഷ്യൂ ആക്കണ്ട. ഇവർക്ക് എയിംസ് ആണോ, കടലാക്രമണത്തിന്റെ സീവോളാണോ, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളാണോ, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് സത്യം. അപ്പോ അതിനെ മാറ്റാനാണ് BJP NDA ഒരു അവസരം ചോദിക്കുന്നത്. BJP NDA വന്നാൽ ഇതെല്ലാം ഞങ്ങൾ മാറ്റും. നിങ്ങൾ പുറത്തുവിട്ട ലിസ്റ്റിലുണ്ടടേ എന്നൊരു ഡയലോഗ് അടിക്കുന്നു. NDA അവസരം തന്ന എന്താവും അവസ്ഥ? NDA അത് പോയി എന്ന് പറയേണ്ടി വരും. അത്രേ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്കുള്ള കൊട്ട് ഞാനായിട്ട് തരുന്നില്ല, അത് നമ്മുടെ അരുൺകുമാർ തരുന്നുണ്ട്. ഇവരുടെ വാഗ്ദാനങ്ങളും ഊളത്തരങ്ങളും എന്താണ് അവസ്ഥ എന്നൊന്ന് കേട്ടോക്കെ. 2018 അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയാണ്. PS ശ്രീധരൻപിള്ളയുടെ പത്രപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പെട്രോളിന്റെ വില 50 രൂപയാക്കുമെന്ന് നിങ്ങളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആ മറുപടി ഇങ്ങനെയാണ്: തിരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ ആരെങ്കിലും കാര്യമായി എടുക്കുമോ? തിരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. പ്രകടന പത്രികകൾ കോമഡിയല്ലേ എന്നാണ്. പ്രകടന പത്രികകൾ കോമഡിയല്ലേ? ഇതന്നല്ലേ രാജീവ നീ ഇപ്പൊ അവിടുന്ന് പറയുന്നേ? എന്റെ ചന്ദ്ര, ശേഖര, എത്ര പേരാടാ നിനക്ക്? അമ്മോസിനെയും പറ്റിച്ച് കായും വെച്ച് പോക്കലിട്ട് നടക്കുക. എന്നിട്ടാണ് ഓരോ ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇല്ലേ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് എങ്ങനെയെങ്കിലും സീറ്റ് ഒപ്പിക്കാൻ നോക്ക്. അവിടെ ജയിച്ചിട്ടേ അവർക്ക് വാങ്ങിക്കൊടുക്കടാ ഈ പരിപാടികളൊക്കെ. നമുക്കിവിടെ ഫ്രീ കുറ്റി ഗ്യാസ് തരുന്നു, അത് തരുന്നു, എന്തൊക്കെയാണ് ഇവരുടെ വാഗ്ദാനങ്ങൾ. ഇതൊക്കെ ഇലക്ഷന് ജയിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് BJP തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ അതും വിശ്വസിച്ചിരിക്കല്ലേ. ഇനി നമ്മുടെ പ്രായം കുറഞ്ഞ BJP ചേച്ചി 20 ചേച്ചി പറഞ്ഞ കേൾക്കൂ. അങ്ങനെ ഒരു 1000 രൂപ ചിലർക്കും കൊടുക്കാനുണ്ട്. ഇവിടെ പെൻഷൻ കിട്ടേണ്ടവർക്ക് പെൻഷൻ പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ആ സ്ഥാനത്ത് ഇത്രയും കോളേജ് പഠിക്കുന്ന ഇത്രയും പെൺകുട്ടികൾക്ക് ഇവരെങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് നൽകാം. പക്ഷെ എന്താ പറയാ, നടത്താൻ പറ്റുന്നത് കൊടുക്കട്ടെ. ആന കൊടുത്താൽ ആശ കൊടുക്കരുതെന്നൊരു ചൊല്ലുണ്ട്. ആന കൊടുത്താലും ചക്ക കൊടുക്കരുത് എന്നാണ് പറയേണ്ടത് ചേച്ചി. ഈ ചക്ക ഉണ്ടല്ലോ, ചക്ക അത് ഒന്നാം തരം ചക്കയാണ്. ചക്ക വീണ് മൊയിലെത്തിട്ട് കേരളത്തിൽ അധികാരത്തിൽ കയറാം എന്നുള്ള മോഹത്തിൽ വന്നതാവൂല ചേച്ചി. അത് മടക്കി അങ്ങ് മാറ്റി വെച്ചേര്. പെൻഷൻ അല്ലേ, പെൻഷൻ കൊടുക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞത്. പെൻഷനൊക്കെ കൃത്യമായിട്ട് കേരളത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട്. 1600 രൂപ കൃത്യമായി പെൻഷൻ കിട്ടുന്നുണ്ട്. ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൃത്യമായിട്ട് കേരളം അത് പരിപാലിച്ചു പോകുന്നുണ്ട് താനും. ഇനി പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയാം. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തില് പെൻഷൻ കമ്പനി, അതായത് KSSBPCL എന്ന ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അതിലൂടെ വായ്പ എടുത്താണ് ജനങ്ങൾക്ക് ഇവിടെ പെൻഷൻ കൊടുക്കുന്നത്. 1600 രൂപ കൊടുക്കുന്നത് പറയുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് കടം വാരി കൂട്ടുന്നുണ്ട് എന്നൊക്കെ ചില BJPക്കാർ പറയുന്നുണ്ടല്ലോ.
ശുദ്ധ തെമ്മാടിത്തരാണ്, ഊളത്തരാണ്. അങ്ങനെ സംഭവം സംഭവിക്കുന്നില്ല. നമ്മുടെ മൊത്തം GDP-യുടെ 3% മാത്രമാണ് നമ്മൾ വായ്പ എടുക്കുന്നത്. അത് കേന്ദ്രം ഇപ്പൊ മാറ്റം വരുത്തിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, അതിന് അധീനതയിലുള്ളതാണ്. അത് കൃത്യമായി പരിപാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ പൊതുവെ അവരുടെ ബജറ്റിൽ തന്നെ പെൻഷൻ തുക ഉൾപ്പെടുത്തുകയും പൊതുവായ കടമെടുപ്പിലൂടെ അത് നികത്തുകയുമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് എന്ന രീതിയാണ് കേരളം പരീക്ഷിച്ചത്. ഇത് കേന്ദ്ര സർക്കാർ കർശനമായി നിയന്ത്രിച്ചതോടെയാണ് കേരളത്തിന്റെ പെൻഷൻ വിതരണത്തിന് പ്രതിസന്ധി ഉണ്ടായത്. എങ്ങനെയുണ്ട്? ആരാ പണി തന്ന്? ഇവിടെ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നത്, 8ന്റെ പണി കൊടുക്കുക. പക്ഷെ 8ന്റെ പണി കൊടുക്കാൻ ശ്രമിച്ചിട്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പണി കിട്ടിയത്. അവരൊരു പുതിയ നിയമം ഇട്ടു, മൊത്തം വരുമാനത്തിന് 3% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. നമ്മൾ അത് കറക്റ്റ് വാങ്ങി, എന്നിട്ടും നമ്മൾ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാ. അതിനെയാണ് ഇപ്പൊ ഇവര് പെൻഷൻ പോലും കൊടുക്കുന്നില്ല രീതിയിലേക്ക് മാറ്റുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളിനി ഒരു വായ്പ എടുക്കാതെ മറ്റുള്ള രീതികളും കൂടിയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് സെസ് ആണ്. സെസ് എന്ന് പറയുന്നത് പല രീതിയിലും പല ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. പെട്രോളിന് സെസ് ഈടാക്കുന്നുണ്ട്. അതിൽ പെട്രോളും ഡീസലിനും 2 രൂപയാണ് ഒരു ലിറ്റർ നമുക്ക് കിട്ടുന്നത്. അത് സാമൂഹിക സുരക്ഷാ സീഡ് ഫണ്ട് ആയി ഈടാക്കുന്നുണ്ട്. കൂടാതെ മദ്യത്തിന് മേലും സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തുക പെൻഷൻ വിതരണത്തിനായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. 2 രൂപ നമ്മൾ അനാവശ്യമായി പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ല പെട്രോളിൽ നിന്ന്. കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി പെട്രോളിന്റെ വില കൂട്ടിയെന്ന് പറയുന്ന പോലെ അല്ലല്ലോ. നമ്മളുടെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ പിടിച്ചത്. കൃത്യമായി കൊടുക്കുന്നുണ്ട്. കക്കൂസ് ഇപ്പോഴും അവിടെ ആയിട്ട്, ഇപ്പോഴും വഴിയോരങ്ങളിൽ റെയിൽവേ ട്രാക്കിലൊക്കെയാണ് ഇരുന്ന് തൂറുന്നത്. അത് മനസ്സിലാക്കണം കേട്ടോ. 2018 അന്നത്തെ BJP-യുടെ മുതിർന്ന നേതാവ് PS ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യമാണ്. NDAയുടെ പ്രകടന പത്രിക വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ തോന്നും. NDAയുടെ പ്രകടന പത്രികയെ ഞാൻ വിലയിരുത്തുന്നത് ഒരു വലിയ കോമഡി പീസായിട്ടാണ്. ഇതിങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം NDAയിലെ പ്രവർത്തകരെ സംബന്ധിച്ച് അല്പം വിരോധമുണ്ടാകും. പക്ഷെ നീരസം ഉണ്ടാവണ്ട. നിങ്ങളൊന്ന് ആഴത്തിൽ ഇത് പരിശോധിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഫെഡറൽ എക്കണോമിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ധാരണയുള്ളവർ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കുമോ എന്നുള്ളതാണ്. ഒരൊറ്റ കാരണം മതി, അത് അൺറിയലിസ്റ്റിക് ആണെന്നും അത് കോമഡി ആണെന്നും പറയാൻ. കാലങ്ങളായി നമുക്ക് അനുവദിക്കേണ്ടിയിരുന്ന 19 സംസ്ഥാനങ്ങൾക്ക് ഇതിനകം അനുവദിച്ചിരുന്ന സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുത്ത് കൊടുത്തിട്ടും കോടതിയിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഇരുവരെയും അനുവദിക്കാത്ത എയിംസ് ഇക്കുറിയും NDAയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്കതിനെ മാറ്റിവെക്കാവുന്നത്. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് അങ്ങനെയല്ല. ഒരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ പ്രകടന പത്രികയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുക അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു കടബാധ്യതയും ഇല്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന്. ഈ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചോ ഇന്ത്യയുടെ ഫെഡറൽ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു സംസ്ഥാനത്തിന് അർഹമായ GDP-യുടെ 3% കടമെടുക്കാമെന്നുള്ള പ്രൊവിഷൻസിനെ കുറിച്ച് ബോധമില്ലാത്ത ആരോ ഒരാളാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്ത് പറയാനാണ് ചേട്ടായി? ഭയങ്കര ബോധമില്ലായ്മയാണ് ഇവർ നെറ്റിയിൽ ഒട്ടിച്ച് നടക്കുന്നത്. ബോധമില്ലായ്മയാണ് ഞങ്ങളെ മെയിൻ. ഞങ്ങൾ പൊട്ടത്തരം മാത്രമേ വിളിച്ചു പറയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടങ്ങൾ വാങ്ങിക്കൂട്ടിയ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ഞാനെന്ന് പറയാം. അതിൽ ഒരു 3 എണ്ണം പറയാൻ കേട്ടോ, ബാക്കിയൊന്നും പറയണ്ടല്ലോ. അതിൽ 1ാം സ്ഥാനത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഏകദേശം 8.5 ലക്ഷം കോടി രൂപയാണ് ഇവരുടെ കടം. അടുത്തത് ഉത്തർപ്രദേശ്, നമ്മുടെ UP-യോ എന്റെ പൊന്നോ, 2ാം സ്ഥാനത്താണ് UP. 3ാം സ്ഥാനം പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ, മഹാരാഷ്ട്ര. എന്റെ യോഗി ചേട്ടായി, നിങ്ങളാള് പൊളിയാട്ടാ. ഇത്തരം ലിസ്റ്റിലൊക്കെ നിങ്ങൾ വല്ലപ്പോഴും അല്ലട്ടോ, എപ്പോഴും കയറി വരുന്നുണ്ട് എന്നുള്ളതാ. ഇനി സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ നേരിടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ നോക്കാം. ഒന്ന് പഞ്ചാബാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്. ഇവരുടെ വരുമാനത്തിന്റെ ഏകദേശം 45% അല്ലെങ്കിൽ 48% വരെ കടമാണ് എന്നുള്ളത്. എന്റെ പൊന്നോ പാവങ്ങൾ അല്ലെ പഞ്ചാബ്. അടുത്ത ഹിമാചൽ പ്രദേശ്, ഏകദേശം 40% കടബാധ്യതയുമായി ഈ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. രാജസ്ഥാനും പശ്ചിമ ബംഗാളും ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും ഇത് കേരളം എന്താ അതിൽ വരാത്തത്? കേരളത്തിൽ വെറും 4.3 ലക്ഷം കോടി രൂപ മാത്രമേ കടമുള്ളൂ അല്ലെ. പിന്നെ എങ്ങനെയല്ലേ ലിസ്റ്റിൽ വരിക? അപ്പൊ ഇതാണ് ഇവറ്റുള്ളൊക്കെ ഒരു കുഴപ്പം. ഇവർക്ക് എങ്ങനെയാണ് ഈ കടം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പലിശ തിരിച്ചടവില്ലേ. ഇപ്പൊ കടം വാങ്ങി കൂട്ടിയിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതിൽ പലിശ കൃത്യമായി അടയ്ക്കാത്തത് കൊണ്ടാണ് കൂടുതൽ ഈ ഒരു പ്രശ്നം വരുന്നുള്ളതാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി കടർത്തതാ. അത് പെൻഷൻ കൊടുക്കാനും സൗജന്യങ്ങൾ തുടങ്ങിയവയ്ക്കായി എടുത്ത വായ്പയുടെ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടം വാങ്ങിയിട്ടുള്ളത്. മറ്റൊരെന്താ പാലം ഉണ്ടാക്കി പാലത്തിന്റെ അടി പൊളിഞ്ഞു പോവേ, അരമണിക്കൂർ ഉദ്ഘാടനം കഴിഞ്ഞ് പോകുമ്പോൾ പൊളിഞ്ഞു വീഴേ, അങ്ങനെ എന്തൊക്കെ ഉടായ്പകളില്ലേ. അതിനാണ്. ബാക്കി പറയാനുള്ള കാരണം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പോലും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേരളം വലിയ കടക്കണിയിലാണെന്നുള്ളതാണ്. അല്ലാന്നുള്ളത് ഞാൻ കഴിഞ്ഞ ചർച്ചകളിൽ കണക്ക് വെച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ കേവലം 63% മാത്രമാണ് നമ്മുടെ കടം. അതാകട്ടെ നിലവിൽ ഇന്ത്യക്ക് നമ്മുടെ ഇന്ത്യയിൽ അനുവദിച്ചിരിക്കുന്ന, കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന സാമ്പത്തിക പരിധിയിൽ നിന്ന് തന്നെയാണ്. GDP-യുടെ 3% കുറവാണ് നമ്മൾ എടുക്കുന്ന കടത്തിന്റെ പരിധി. ഇവിടെ NDAയുടെ പ്രകടനത്തിൽ കോമഡി ആവുന്നത് അവിടെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ കടം എത്രയെന്നറിയാമോ? 200 ലക്ഷം കോടി രൂപ കടബാധ്യതയുള്ള ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു പാർട്ടി എന്ന് പറയാണ് കേരളത്തെ സമ്പൂർണ്ണ കടവിമുക്തമാക്കും.
കടം എന്ന് പറയുന്നത് പുറത്തുനിന്ന് പിടിക്കുന്ന കടമല്ല, ഇത് GDP-ക്കുള്ളിൽ അനുവദനീയമാണ്. അങ്ങനെയാണ് വളർച്ച സാധ്യമാകുന്നത്. അപ്പം അതിന്റെ സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാനം പോലും ഇല്ലാത്ത തയ്യാറാക്കിയ പ്രകടന പത്രികകൾ നമുക്കത് മാറ്റിവെക്കാം. നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞോ ഇത് 200 ചില്ലറ കോടി ലക്ഷം കോടി രൂപയുടെ കടമുണ്ട് കേന്ദ്രത്തിന്, അവര് ഭരിച്ചു മുടിച്ചു എന്നുള്ളത്. പക്ഷെ BJP ഒന്ന് പറയൂ കേട്ടോ, വെറും 5 ലക്ഷം കോടി രൂപയുടെ കടാണുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവ്. എന്നിട്ടും കേരളം കട്ടുമുടിച്ച് കടത്തിന്റെ മുകളിൽ കടാണെന്ന് പറയും. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല നുണകളും BJP-ക്കാര് വിളിച്ച് പറയും കേട്ടോ. നിങ്ങളൊന്നും കാര്യമാക്കണ്ട. ഇനി കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ആരാണെന്ന് കേൾക്കണ്ടേ? ഒന്ന് കേട്ടോളെ. പറഞ്ഞല്ലോ, ഞങ്ങൾ 2 അക്ക സംഖ്യയ്ക്ക് മുകളിലേക്ക് താമര ചിഹ്നത്തിൽ ജയിക്കുന്നവരും NDA-യുടെ MLA-മാരും കേരളത്തിലുണ്ടാകും. ഞങ്ങൾ അതിനിർണായകമായിട്ട് കേരളത്തിന്റെ ഭരണം ആര് നിർവഹിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ഒരു മുന്നണിയായി NDA-യും BJP-യും കേരളത്തിൽ മാറും. ആ രണ്ടുമ വിട്ടുള്ള കളി വേണ്ടട്ടോ. ആ രണ്ടുമ വിട്ടുള്ള കളിയില്ലേ, അത് ബീഹാറിലൊക്കെ റെയിൽവേ ട്രാക്ക്, അത് അവിടെ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഒന്നും പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. ഞങ്ങൾ തീരുമാനിക്കും പോലും. ഞങ്ങൾ എന്ത് ഉണ്ടാ തീരുമാനിക്കും. നിങ്ങൾ ചിത്രത്തിലേ ഇല്ല. നിങ്ങൾ 113 സീറ്റിലല്ലേ കഴിഞ്ഞ വർഷം മത്സരിച്ചത്? 113 സീറ്റിലും 0 ആയിരുന്നല്ലേ? ആവർത്തിക്കും, ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. ബുദ്ധിയും വിവരവുമുള്ള ആളുകൾ എന്തായാലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോണില്ല. വർഗീയത തലക്കടിച്ചിട്ട് കുറെ ആളുകൾ നടക്കുന്നുണ്ട്. അവര് ചിലപ്പോൾ വീണെന്നൊക്കെ വരാൻ കേട്ടോ. കുറെ എണ്ണത്തിന് ബോധമില്ല എന്നുള്ളതാ. 2014 ശേഷമാണ് നമ്മൾ ഇത്രമാത്രം ഈ മതപരമായിട്ടുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വൃത്തികേടുകൾ കേട്ടോണ്ടിരിക്കുന്നത് എന്നുള്ളതാ. ഇവര് കാരണം ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോവാതിരിക്കാൻ നല്ലത്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച അങ്ങ് ചെന്നാല് നിങ്ങൾക്ക് ചാകരയായിരിക്കും. അമ്മാതിരി ചാകരയായിരിക്കും എന്നുള്ളതാ. ഒന്നേ പറയുന്നുള്ളൂ, ലെഫ്റ്റ് ഓർ റൈറ്റ്, ഇടതോ വലതോ. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു അവസരം തരൂ എന്ന് പറഞ്ഞ് വരും. നിങ്ങളൊന്ന് മാറി ചിന്തിച്ച നോർത്ത് ഇന്ത്യയിൽ കാണുന്നതൊന്നല്ല നമ്മൾ അനുഭവിക്കാൻ പോകണുള്ളൂ. അത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ അവിടെ ഭരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെയും ഭരണം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും തരില്ല എന്നുള്ളത്. ജനാധിപത്യ രാജ്യത്താണ് ഈ വെല്ലുവിളി. ജനാധിപത്യ രാജ്യത്ത് എന്താണ് ജനാധിപത്യം എന്നൊന്ന് കാണിച്ചു കൊടുക്കുക ഈ വിരല് കൊണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ തവണ അത് 0 ഇക്കുറിയും അത് 0 തുടരണം. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.